ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ 8 പകരം 28% ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ പോലെ അവർ കഷ്ടപ്പെടുമായിരുന്നു. അവിടെ അവർ ന്യൂനപക്ഷമാണ്, ദുർബലരാണ്, അതുകൊണ്ട് അവരെ പിടിച്ചു അടിച്ചമർത്തുന്നു. ഇവിടെ വെനിസ്വേല ദുർബലരായിരുന്നു, അതുകൊണ്ട് അവരെയും അടിച്ചമർത്തി. എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? കാരണം നമ്മൾ ആരുടെയെങ്കിലും സത്യത്തിന് എന്ത് വിലയാണ് നൽകുന്നത്? നമ്മുടെ ബന്ധങ്ങളിൽ എവിടെയാണ് സ്നേഹമുള്ളത്? ശക്തിയുള്ളവന്റെ മുന്നിൽ ഒതുങ്ങി നിൽക്കണം എന്ന് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ആരാണോ ദുർബലർ, ആരാണോ ന്യൂനപക്ഷം, അവരെ പിടിച്ചു അടിച്ചമർത്തുക. അല്ലെങ്കിൽ വെനിസ്വേല റഷ്യയുടെ ആണവ കുടക്കീഴിലായിരുന്നെങ്കിൽ എന്ന് കരുതുക. എങ്കിൽ അവരെയും ആരും ഉപദ്രവിക്കില്ലായിരുന്നു. വെനിസ്വേലയെ ആക്രമിച്ചാൽ അത് റഷ്യയെ ആക്രമിച്ചതായി കണക്കാക്കും. അപ്പോൾ അമേരിക്ക ഇതൊന്നും ചെയ്യില്ല. അറസ്റ്റിലായ ആ വ്യക്തിയുടെ പക്ഷം പിടിക്കുകയല്ല ഞാൻ. അയാൾ ശരിക്കും ഒരു മയക്കുമരുന്ന് കച്ചവടക്കാരനായിരുന്നു. അയാളെ മഹത്വവൽക്കരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് അമേരിക്കയുടെയോ വെനിസ്വേലയുടെയോ ഹിന്ദുവിൻ്റെയോ മുസൽമാന്റെയോ കാര്യമല്ല. ദുർബലനെ കാണുമ്പോൾ വേട്ടയാടുന്ന ആ പഴയ മൃഗീയമായ അഹങ്കാരത്തിന്റെ കാര്യമാണിത്. സ്വന്തം സ്വാർത്ഥതയ്ക്കപ്പുറം മറ്റൊന്നും കാണാത്ത അഹങ്കാരം. അതിന് സ്നേഹം എന്താണെന്നറിയില്ല. എവിടെ ആരാണോ ദുർബലൻ, അവൻ അടിച്ചമർത്തപ്പെടുന്നു. ഇതുമാത്രമാണ് നടക്കുന്നത്. ലോകത്തിനു മുന്നിൽ തല കുനിക്കാതിരിക്കാനാണ് സത്യം വേണ്ടത്. അവിടെ നിങ്ങൾ എത്രത്തോളം ഒതുങ്ങുന്നുവോ അത്രത്തോളം അവർ നിങ്ങളുടെ മേൽ കയറും. ലോകത്ത് 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്നുകിൽ സത്യം, അല്ലെങ്കിൽ ശക്തി. ഇനി ലൗകികമായ ശക്തിയാണ് വേണ്ടതെങ്കിൽ പോലും അതിനുള്ള ഏറ്റവും മികച്ച മാർഗം സത്യം തന്നെയാണ്.